ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്, ഇന്ന് നമ്മൾ എക്കണോമിക്സ് ആണ് നോക്കുന്നത്. എക്കണോമിക്സിൻ്റെ ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല. ആദ്യത്തെ പാർട്ടാണ് എക്കണോമിക്സിൻ്റെ. അപ്പോൾ SCERT ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കുന്നത്. 6ാം ക്ലാസ്സിലെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്ററും 7ാം ക്ലാസ്സിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററുമാണ് ഇന്ന് നോക്കുന്നത്. 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് നോക്കണം. അതിൽ നിന്നൊക്കെയാണ് മിക്കപ്പോഴും എക്കണോമിക്സിന് ചോദ്യങ്ങൾ വരാറുള്ളത്. ആദ്യം നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്റർ നോക്കാം. ആദ്യം പറയുന്നത് ഗുഡ്സ് എന്താണ്, സാധനങ്ങൾ എന്താണ് എന്നാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായതാണ് സാധനങ്ങൾ. സാധനങ്ങളെന്ന് പറയുന്നത് നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കാനോ കഴിയത്തില്ല. സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. രണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഉൽപ്പാദനം? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങൾ. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ? ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. നമ്മൾ ആദ്യം നോക്കുന്നത് ഭൂമിയാണ്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. അപ്പോൾ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കുന്നതാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ചോദിച്ചിട്ടുള്ളതാണ്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഇനി തൊഴിലാണ് നോക്കുന്നത്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ. ഉൽപ്പാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് ഒരു തൊഴിലായിട്ട് കണക്കാക്കത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു തൊഴിലെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അപ്പോൾ അതിനെ എന്താണ്? തൊഴിലായിട്ട് പരിഗണിക്കാറില്ല. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചതാണ്. വീട്ടുജോലി എന്താണ്? തൊഴിലായിട്ട് പരിഗണിക്കത്തില്ല. ഇനി തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിയാണ്. ഭൂമിയുടെ എന്തായിരുന്നു? പാട്ടം. തൊഴിലിൻ്റെ എന്താണ്? കൂലിയാണ്. ഇത് മിക്കപ്പോഴും കൂലി എന്നത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ വേണമെങ്കിൽ ലഭിക്കും. ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരന് നമ്മൾ എന്താണ് ചിലപ്പോൾ തേങ്ങ കൊടുക്കത്തില്ലേ? അപ്പോൾ അതുപോലെ അതും വേണമെങ്കിൽ എന്താണ്? പ്രതിഫലമായിട്ട് കൂലിയായിട്ട് കണക്കാക്കാം. ഏതൊരു തൊഴിലിനും മനുഷ്യനും പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാന ശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവത്തില്ല.
അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും. ഇനി നോക്കുന്നത് മൂലധനം, ക്യാപിറ്റലാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ യന്ത്രങ്ങൾ വാങ്ങിക്കുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഇതിനൊക്കെ എന്താണ്? മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമെന്ന് അറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം മൂലധനത്തിൽ ഉൾപ്പെടും. അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് വിജ്ഞാനം എന്നതും എന്താണ്? നോളജ് എന്നതും എന്താണ്? മൂലധനമാണ്. ഇനി നോക്കുന്നത് മൂലധനത്തിൻ്റെ സവിശേഷതകളാണ്. മൂലധനം മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം എന്നുള്ളത് ചലനാത്മകമാണ്. മൂലധനം ചലനാത്മകമാണ്. അപ്പോൾ മൂലധനം എന്നത് മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെയും മൂലധനത്തിനും എന്താണ്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. അപ്പോൾ ഓർത്തോണം, ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ്? പാട്ടമാണ്. അതുപോലെ തൊഴിലിനുള്ള പ്രതിഫലം കൂലിയും, മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയുമാണ്. ഇനി നോക്കുന്നത് സംഘാടനമാണ്. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇത് നാലും കൂടെ ഉണ്ടെങ്കിലേ ഉൽപ്പാദനം നടക്കത്തുള്ളൂ. അതുപോലെ ഉൽപ്പന്നം അതുവഴിയാണ് ഉണ്ടാകുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിൽ സംഘാടകൻ്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഉൽപ്പാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകന് ഉള്ളത്. ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ് സംഘാടനത്തിനുള്ള പ്രതിഫലം. അപ്പോൾ എന്താണ് പറഞ്ഞത്? എന്തൊക്കെയാ? ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. അതുപോലെ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിയാണ്. മൂന്നാമത് പറഞ്ഞത് മൂലധനമാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്. പിന്നീട് ലാസ്റ്റ് പറഞ്ഞത് സംഘാടനമാണ്. സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഉൽപ്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ രൂപീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപ്പാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപ്പാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന പ്രക്രിയയുമാണ്. അപ്പോൾ അതാണ് ഇനി നോക്കുന്നത്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്നാണ് ഇനി നോക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പന്ന യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗാർഹിക യൂണിറ്റാണ്. മനുഷ്യന് ആവശ്യ പൂർത്തീകരണത്തിലാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടും വരും. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുകയാണ് ചെയ്യുന്നത്. ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില അല്ലെങ്കിൽ പ്രൈസ് പണമായിട്ട് നൽകുന്നു. അതിൻ്റെ
വില കൊടുക്കുന്നു, പണമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നത് ചാക്രികമായിരിക്കും. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അതിൽ എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്റർ ഉള്ളത് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററാണ്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഇതിലൊരു പദ്ധതിയെപ്പറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ SCERT-യിലുള്ളതായതുകൊണ്ട് നമുക്ക് നമ്മളോട് ചോദിക്കാം സമ്പൂർണ്ണ പദ്ധതി എന്താണ്? കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് പോർട്ടലാണ് സമ്പൂർണ്ണ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് പോർട്ടലാണ് സമ്പൂർണ്ണ. ഇതെന്തിനു വേണ്ടിയാണ്? മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ കടലാസ് രഹിത രജിസ്റ്റർ നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2010 സമ്പൂർണ്ണ രൂപീകരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റിയാണ്. അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ, വ്യവസായ മേഖലയിൽ, അതുപോലെ സേവന മേഖലയിൽ ഒക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ട്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നാണ് വിളിക്കുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും അതുപോലെ അതൊക്കെ വിതരണം ചെയ്യുന്നതും എവിടെയാണ്? സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. പ്രാഥമിക മേഖലയിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതുപോലെ ദ്വിതീയ മേഖലയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു, തൃതീയ മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ തരംതിരിച്ചിരിക്കുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇതെല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇനി ദ്വിതീയ മേഖലയിലോ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം ഇതെല്ലാം ദ്വിതീയ മേഖലയാണ്. ഇനി തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇൻഷുറൻസ്, ബിസിനസ്, ബാങ്കിങ്, സംഭരണം ഇതൊക്കെ എന്താണ്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ പറ്റി നോക്കാം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. ആരുടെ കീഴിലാണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി CSOയുടെ ചുമതലകളാണ് നോക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും അതുപോലെ വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ദേശീയ വരുമാനം കണ്ടെത്തുന്നതും CSO ആണ്. ഇനി ഭക്ഷ്യ ഉൽപ്പാദനമാണ് നോക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
ആസൂത്രണത്തോടെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യ ഉൽപ്പാദനവും ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റമാണ് അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കൂടി വരികയാണ് ചെയ്തത്. ഭക്ഷ്യോൽപാദനം കൂടുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ആ കോളം നോക്കാം. ദാരിദ്ര്യം എന്നുള്ളത് ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരായിരിക്കും. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് എവിടാണ്? ബീഹാറിലാണ്. 53.5% ബീഹാറിലെ ദാരിദ്ര്യം. ഇനി ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ്. 9.5% ഹിമാചൽ പ്രദേശിൽ ദാരിദ്ര്യം. കേരളത്തിലെയോ? കേരളത്തിൽ 12%. കേരളത്തിലെ ദാരിദ്ര്യം 12%. അപ്പോൾ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കുന്നതിൽ ഫസ്റ്റ് ഹിമാചൽ പ്രദേശിനും സെക്കൻഡ് കേരളത്തിനുമാണ്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഭക്ഷ്യസുരക്ഷ ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം, അതുപോലെ എല്ലാ കാലത്തും ഭക്ഷണം ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തമാണ് ഒരു രാജ്യം എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അപ്പോൾ ഒരു രാജ്യത്ത് ആ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ ആ രാജ്യത്തിന് കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉള്ള രാജ്യമാണ് എന്ന് നമുക്ക് പറയാം. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സർക്കാർ പദ്ധതികളുമുണ്ട്, സർക്കാർ പരിപാടികളുമുണ്ട്. സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, അതുപോലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ പദ്ധതികളാണ്. ഇനി പരിപാടികൾ ഏതൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇതൊക്കെ സർക്കാർ പരിപാടികളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതൊക്കെ എന്താണ്, ഈ പദ്ധതികളൊക്കെ എന്താണ് എന്നാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് അന്നപൂർണയാണ്. അന്നപൂർണ, അതുപോലെ അന്ത്യോദയ അന്ന യോജന ഒക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനമാണ്. 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്കാണ് അന്നപൂർണ. സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ എത്തിക്കുകയാണ്. ഇനി അന്ത്യോദയ അന്ന യോജനയോ
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. BPLകാർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നോക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, അതാണ് പദ്ധതി. അതെങ്ങനെയാണ്? 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 3-ൽ 1 സ്ത്രീകളായിരിക്കണം. അങ്ങനെയുണ്ട്, ഗുണഭോക്താക്കളിൽ 3-ൽ 1 സ്ത്രീകളായിരിക്കണം എന്നുള്ളത് ഏത് പദ്ധതിയാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇനി അടുത്തത് പരിപാടികളാണ് നോക്കുന്നത്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നോക്കിയില്ല, അത് നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി പരിപാടികൾ നോക്കാം. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്താണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ്? ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ഇനി സംയോജിത ശിശുവികസന പരിപാടി ICDS എന്താണ്? അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കാണ് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പോൾ ICDS എന്താണ്? അംഗൻവാടിയിലൂടെയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കുമാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇനി പൊതുവിതരണ സംവിധാനം എന്താണെന്ന് നോക്കാം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യ ഉപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ പൊതുവിതരണ സംവിധാനം നോക്കാം. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യ ഉപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യ ഉപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സപ്ലൈകോയ്, അതുപോലെ മാവേലി സ്റ്റോറ്, നന്മ സ്റ്റോറ്, നീതി സ്റ്റോറ്. നമുക്ക് നോക്കാം കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. പൊതുവിതരണ കേന്ദ്രം ലഭ്യമാക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണയൊക്കെ അവിടെ ലഭിക്കും. പിന്നെ ഹോർട്ടികോർപ്പ് ഉണ്ട്. ഹോർട്ടികോർപ്പിൽ എന്താണ്? പച്ചക്കറികൾ ലഭിക്കും. പിന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോറ്, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നിത്യ ഉപയോഗ സാധനങ്ങളെല്ലാം ലഭിക്കും. ഇനി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് അംഗീകരിച്ചതെന്നാണ്? 2013 ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ എന്നത് സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ നിയമം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഈ നിയമം കൊണ്ടുവന്നതിനുള്ള കാരണം എന്താണ്? ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കാൻ വേണ്ടിയാണ്.
ഇത് രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാണ്, പക്ഷേ ഇതിൽ നിന്ന് ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.